അങ്ങനെ കൽക്കി 2898 ട്രെയിലർ ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ്. സോ ട്രെയിലറും അതേപോലെ ഗംഭീര പ്രതീക്ഷ വരുന്ന ട്രെയിലർ തന്നെയാണ്. ഒരു രക്ഷയില്ല ട്രെയിലറിൽ. ഇന്റർനാഷണൽ ലെവൽ സാധനമാണ്, ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് എന്ന് വേണം പറയാം. അതായത് ഇന്ത്യൻ സിനിമയാണെന്ന് വരെ നമ്മൾ ചിന്തിച്ച രീതിയിലേക്കുള്ള മേക്കിംഗ് ആണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിന്റെ ഗ്ലിംസും കാര്യങ്ങളും മുന്നേ കുറച്ചെല്ലാം കണ്ടിരുന്നു, ബട്ട് ട്രെയിലർ അതിനെക്കാട്ടും കുറച്ച് അധികം അടിപൊളിയാക്കി വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രെയിലർ. നല്ലൊരു പ്രതീക്ഷയുണ്ട്. അതായത് നമ്മളെ ഫുൾ ഫിലിം ഇൻഡസ്ട്രി എല്ലാ ആക്ടേഴ്സിനെയും വെച്ച് ഉണ്ടാക്കുന്ന ഒരു പടം തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കൂടിയ പടം എന്നെല്ലാം പറയുന്നുണ്ട്. സോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിർമ്മാണമുള്ള സിനിമയാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും നല്ല പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ്. ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് തോന്നി. എസ്പെഷ്യലി മെയിനായിട്ട് പ്രഭാസ് തന്നെയാണ്. പ്രഭാസിന്റെ ആ കോസ്റ്റ്യൂമും ലുക്കൊന്നും ഒരു രക്ഷയില്ല. അതായത് സൈഫൈ സിനിമയ്ക്ക് എന്ത് വേണോ ആ ഒരു മൂഡിലുള്ള ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും തന്നെയാണ് പ്രഭാസിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അമിതാഭ് ബച്ചൻ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഈ ട്രെയിലർ. അമിതാഭ് ബച്ചൻ എന്ന് പറയാം, അമിതാഭ് ബച്ചന്റെ ആ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ മൂപ്പര ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് പ്രഭാസിനൊന്നും നമുക്ക് അവിടെ തോന്നുന്നില്ല. അമിതാഭ് ബച്ചൻ വരുമ്പോൾ അമിതാഭ് ബച്ചന്റെ ആ ഒരു ഇടിയും ആ ഒരു ഫുള്ളൊരു സ്വാങ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബ്ലീച്ച് എന്ന് പറയുന്ന ആനിമയിലെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നി പെട്ടെന്ന് അമിതാഭ് ബച്ചനെ കണ്ടപ്പോൾ. അതേപോലെ ദീപിക പദുക്കോണ്, പിന്നെ കമലഹാസൻ ആണ് ലാസ്റ്റ് കൊണ്ടുപോയത് ക്ലൈമാക്സ് ഈ ട്രെയിലറിന്റെ. ഒരു രക്ഷയില്ല. അത്രയും സമയം വരെ എൻ്റെ മനസ്സിൽ അമിതാഭ് ബച്ചനും ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ കമലഹാസന്റെ ഉല്ലഖനായകന്റെ ഒരു മേക്ക് ഓവർ, ഒരു രക്ഷയില്ല മൂപ്പര ഒരു ലുക്കും കാര്യങ്ങളിലും. സോ ഇത്രയും പ്രതീക്ഷയില്ല. മൂപ്പര് വേറെ തന്നെ ഒരു വേറിട്ട ലുക്കിൽ വരുന്നതാണ് വിചാരിച്ചത് സാധാരണ. ബട്ട് ഇത് ഒരു വില്ലൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നു. സോ മേ ബി വില്ലൻ ആയിരിക്കാം, ബട്ട് നൈസായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമലഹാസന്റെ ആ ഒരു ലാസ്റ്റത്തെ ഒരു ഡയലോഗ് ഡെലിവറിയും പിന്നെ ലുക്കും കാര്യങ്ങൾ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ട്രെയിലർ മൊത്തത്തിൽ വിഷ്വൽസ് ആയാലും ഗ്രാഫിക്സ് ആയാലും എല്ലാം കൊണ്ട് ഗംഭീരമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ വലിയ ഇതൊന്നും തോന്നില്ല, ബട്ട് അതൊന്നും പ്രശ്നമില്ല. ഇതിനകത്ത് വിഷ്വൽസ് ആ ഗ്രാഫിക്സ് ഒക്കെ അതിനെപ്പറ്റി ഒരു കുറവില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. എനിക്കൊന്ന് ദിവസമല്ല ഹോളിവുഡ് സിനിമയായിട്ടുള്ള കുറെ സാമ്യം തോന്നുന്നു. കുറെ റെഫറൻസ് ഒക്കെ ഇവിടെ വെച്ച പോലെ തോന്നി. എസ്പെഷ്യലി ട്രെയിനിന്റെ ലാസ്റ്റ് പ്രഭാസ് ഒക്കെ ഒരു പറക്കുന്ന സീൻ ഉണ്ടല്ലോ, അയർമാൻ ഓർമ്മ വന്നു. പിന്നെ ഡ്യൂൺ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. കുറെ സീൻസ് ഒക്കെ ഡ്യൂൺ തന്നെയാണ്. പിന്നെ സ്റ്റാർ വാർസ് തോന്നി. അങ്ങനെ കുറെ സിനിമയുടെ റെഫറൻസും കാര്യങ്ങളും കൊടുത്ത പോലെ തോന്നി. സോ അതാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. വിഷ്വൽസ് ഒക്കെ ഒരു രക്ഷയില്ല. ഇത് തിയേറ്ററിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ദീപിക പദുക്കോൺ ഒരു സൈഡായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ മലയാളത്തിൽ തന്നെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ദുൽഖറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പറഞ്ഞില്ല. ദുൽഖറിന് റിവീൽ ആക്കിയിട്ടില്ല. സോ കൺഫേം തന്നെയാണെന്ന് തോന്നുന്നു ദുൽഖർ. ബട്ട് ഭാവനെ റിവീൽ ആക്കിയിട്ടുണ്ട്. ഭാവനെ ജസ്റ്റ് സ്പീഡിലുള്ള ക്ലിംസ് കണ്ടതേ ഉള്ളൂ. പിന്നെ അനാമിന്റെയും കണ്ടിരുന്നു. സോ മലയാളത്തിനും വരുന്നുണ്ട്. എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ബോളിവുഡിൽ നിന്നും മോളിവുഡിൽ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. സോ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഓരോരോ ഫിലിം ഇൻഡസ്ട്രീനെ എടുത്തിട്ട് ഒരു കിടിലം പടം ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും കൂടി പ്രാധാന്യമാണ് ഇതിന്റെ സ്റ്റോറി കൂടെ. ഞാൻ ആ കൽക്കി എന്ന് പറഞ്ഞ ടൈറ്റിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ടൈറ്റിലിന് ഒത്തൊരു നല്ല സ്റ്റോറിയും കൂടെ ആയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഗംഭീരമായിക്കത്തെ നല്ല പ്രതീക്ഷയുണ്ട്. സോ നമ്മളൊരു ഇന്ത്യൻ കൾച്ചറിസ്റ്റ് ഇങ്ങനത്തെ ഒരു സൈഫൈ സിനിമ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ്. അതായത് ഇതുവരെ ഇത്രയും കാലമായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. സോ ഗംഭീര സിനിമ ആട്ടെ, നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ദുൽഖർ സൽമാൻ ഉണ്ടോ എന്ന് അറിയില്ല. മൂപ്പരുടെ ക്യാരക്ടർ അറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടി ഉണ്ട്. ബട്ട് കമലഹാസൻ ഒരു രക്ഷ ഉണ്ടായില്ല ലാസ്റ്റ് ആ ഒരു ട്രെയിലർ കാണിച്ച്. പ്രഭാസൊക്കെ സൈഡായ പോലെ തോന്നി ഇവർ രണ്ടാണ് വന്നപ്പോൾ. സത്യം പറഞ്ഞാൽ ഒന്നും അല്ലാണ്ടായ പോലെ തോന്നിയത്. പ്രഭാസാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത്. പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. അതായത് ഒരു വെഹിക്കിൾ ഉണ്ട് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചാൽ ഇവർ പ്രൊമോഷൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെഹിക്കിളെല്ലാം കൊണ്ടുവന്നെയാണ്. ആ വെഹിക്കിളിന്റെ ഡിസൈനും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല. പിന്നെ ബുജ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് റോബോട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിനകത്ത്. അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഹോളിവുഡ് ലെവലിലൊക്കെ ആകുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യൻ ലെവലിൽ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ കൂടി എടുത്ത പോലെ തോന്നി. എല്ലാം കൂടെ ഒരു മികച്ചൊരു സൈഫൈ എപ്പിക് സാധനം തന്നെ ആവട്ടെ. നല്ല പ്രതീക്ഷയുണ്ട്. വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ആവട്ടെ. ഇപ്പോൾ നമ്മളെ ഗോട്ട് ലൈഫ് ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ അതിനെക്കാട്ടും ഗംഭീരമായിരിക്കും വിചാരിക്കുന്നത്. ഇപ്പം ഈ ജെയിംസ് ക്യാമറോന്റെ അവതാർ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, അതേപോലെയാണ് ഞാൻ ഈ സിനിമയെ അത്രയും പ്രതീക്ഷയോടെ കാണുന്നത്. സോ ഈ മാസം 26-നാണ് വീസിലേക്ക് പറഞ്ഞു നിൽക്കുന്നത്. സോ കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. സോ പടം നല്ല പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെല്ലാം പുതിയ എലമെന്റ്സ് ആണ് കൊണ്ടുപോയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഒരു ഡയറക്ടറിന്റെ വിഷൻ, ഇപ്പം നമ്മൾ ഇന്ത്യൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത് കാണാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. സോ ഇങ്ങനത്തെല്ലാം പടം ഇനിയും വരണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ പടം നല്ല പ്രതീക്ഷയുണ്ട്. സോ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ അത്ര പേരെ എനിക്ക് ട്രെയിലറെ പറ്റിയിട്ട് ട്രെയിലർ രക്ഷയില്ല, കിടിലൻ ട്രെയിലർ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.